ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ മലയാളം ത്രില്ലർ സീരീസ് ആയിട്ടുള്ള റോസ്ലിന്റെ 6 എപ്പിസോഡുകളിൽ 5 ടൈറ്റിൽ കഥാപാത്രത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് നമ്മൾ കാണുന്നത്. 6ാമത്തെ എപ്പിസോഡിൽ അത്യാവശ്യം കൊള്ളാമെന്ന് പറയാവുന്ന ഒരു ട്വിസ്റ്റും പരിപാടിയും ഒക്കെ ഉണ്ടെങ്കിലും കണ്ടു ശീലിച്ചതും ഊഹിക്കാൻ എളുപ്പമായിട്ടുള്ളതുമായ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള 5 എപ്പിസോഡുകൾ കാണേണ്ടി വരുന്നത് ക്ലൈമാക്സിൽ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു സിനിമാറ്റിക് ഹൈനെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. വളരെ സ്റ്റിഫായിട്ടുള്ള ഡയലോഗുകളും എന്തിനോ വേണ്ടി സ്റ്റേജ് ചെയ്തതാണ് എന്ന് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന സിറ്റുവേഷനുകളും കാരണം റോസ്ലിൻ എൻഗേജിംഗ് ആവാൻ കഷ്ടപ്പെടുന്നുണ്ട്. സാമാന്യം തരക്കേടില്ലാത്ത ട്വിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞ സാധനവും ഒന്ന് ചിന്തിച്ചാൽ എവിടെയൊക്കെയോ കണ്ടു മറന്നൊരു ഫീല് തരുന്നുണ്ട്. നമ്മുടെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള റോസ്ലിൻ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പ്രായപൂർത്തിയാവാൻ പോവുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ റോസ്ലിന് സ്വന്തം ചേട്ടനെ നഷ്ടപ്പെട്ടിരുന്നു. മുങ്ങി മരിക്കാൻ പോയ റോസ്ലിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ചേട്ടൻ മരിച്ചത്. അച്ഛനും അമ്മയ്ക്കും മറ്റൊരു കുഞ്ഞുണ്ടായി ആ കുടുംബം ഈ ഒരു ട്രോമയിൽ നിന്ന് കരകയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനിടെ റോസ്ലിന്റെ ഉറക്കം കെടുത്താനായിട്ട് അവളുടെ സ്വപ്നങ്ങളിൽ ഒരു പച്ചക്കണ്ണുള്ള മനുഷ്യൻ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ആരാണ് അയാൾ, എന്താണ് ഈ സ്വപ്നങ്ങളുടെയൊക്കെ അർത്ഥം എന്നതാണ് നമ്മൾ ഈ സീരീസിൽ കാണുന്നത്. സുമേഷ് നന്ദകുമാർ സംവിധാനം ചെയ്തിട്ടുള്ള ഈ സീരീസിന്റെ ഷോ റണ്ണറായിട്ട് വന്നിട്ടുള്ളത് ശ്രീ ജീത്തു ജോസഫാണ്. സീരീസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് ഡയലോഗുകളുടെ ഒരു ഓവർ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഫീലാണ്. ജീത്തു ജോസഫ് എഴുതിയിട്ടുള്ള സിനിമകളിലും നമുക്ക് ഈ ഒരു ഫീൽ പൊതുവെ കാണാൻ സാധിക്കും. ഒരേ ഡയലോഗിന്റെ ഇംഗ്ലീഷും മലയാളവും വെർഷൻ ഒരേ സെന്റൻസിൽ ഒരു കഥാപാത്രം പറയുന്ന പരിപാടിയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 10-20 കൊല്ലം മുന്നേയുള്ള മലയാളം സിനിമകളിലായിരുന്നു ഇത് പൊതുവെ കാണാറ്. ഈ സെക്കൻഡ് സ്ക്രീൻ വ്യൂയിങ് സ്വഭാവം കൂടുന്നതുകൊണ്ട് OTT പ്ലാറ്റ്ഫോം നിർബന്ധിച്ചതുകൊണ്ടാണോ ഇങ്ങനെ ക്യാരക്ടേഴ്സിനെ കൊണ്ട് പരത്തി പറയിപ്പിക്കുന്നത് എന്നറിയില്ല. എന്നിരുന്നാലും കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഡയലോഗുകൾ ഒട്ടും റിയലായിട്ട് തോന്നാത്തത് ഈ ത്രില്ലറിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇൻവെസ്റ്റഡ് ആയിട്ട് ശ്രദ്ധിക്കാൻ നമ്മളെ സഹായിക്കുന്നില്ല. ജംപ് സ്കെയറുകളൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത് യൂഷ്വൽ ഫോർമാറ്റിലാണ്. പിന്നെ പല എലമെന്റുകളും കഥയിൽ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം അറിയാൻ പറ്റുന്നുണ്ട് അതിന് വേറെ എന്തോ ഒരു പർപ്പസ് ഉണ്ട് എന്ന്. മലയാളത്തിലെ ഇന്നത്തെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ലിറിസിസ്റ്റ് ആയിട്ടുള്ള വിനായക് ശശികുമാറാണ് ഈ സീരീസ് എഴുതിയിട്ടുള്ളത്. ഒരു നല്ല ഡിസ്ട്രാക്ഷൻ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് കഥ പറച്ചിൽ റോസ്ലിന്റെ പെർസ്പെക്റ്റീവിലൂടെ നടത്താൻ നോക്കുന്നത്. പക്ഷേ എഴുത്തിനും സ്റ്റേജിങ്ങിനും ഈ കഥാപാത്രത്തിന്റെ ഓവർ റിയാക്ഷനും സ്വപ്നങ്ങളും ഒക്കെ കാണിച്ചിട്ട് പ്രേക്ഷകരിൽ ആ ക്യാരക്ടറിനോട് ഒരു എമ്പതി തോന്നിപ്പിക്കാൻ പറ്റുന്നില്ല. സീരീസ് മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് തുടക്ക ഭാഗങ്ങളിലെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ എന്തിനാണ് ജെറി എന്ന കഥാപാത്രം പല സ്ഥലത്തും ഒരു പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്തത് എന്നതിന് ഒരു സാറ്റിസ്ഫൈങ് ഉത്തരം കിട്ടുന്നില്ല. കഥ മൊത്തത്തിൽ മനസ്സിലാക്കിയതിനു ശേഷം കാര്യങ്ങൾ നോക്കുമ്പോൾ എന്തിനാണ് റോസ്ലിന്റെ ഇന്നർ കോൺഫ്ലിക്റ്റുകളിലേക്കും കൺഫ്യൂഷനുകളിലേക്കും ഒക്കെ ഇത്രയധികം ഈ കഥ പോയത് എന്നതിനും ഒരു തൃപ്തികരമായ ഉത്തരം കിട്ടുന്നില്ല. തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുന്ന മൊമെന്റുകൾ ആ പഴഞ്ചൻ രീതിക്ക് തന്നെയാണ് ഇവിടെയും സ്റ്റേജ് ചെയ്തിട്ടുള്ളത്. കാര്യം പറഞ്ഞ് കൺഫ്യൂഷൻ ക്ലിയർ ആക്കുന്നതിന് പകരം സുമേഷ് നന്ദകുമാറും വിനായക് ശശികുമാറും ക്യാരക്ടേഴ്സിനെ സ്റ്റക്കാക്കി വെക്കുകയാണ്. ഹോണ്ടഡ് ഫീലിംഗും മിസ്റ്ററിയും ഒക്കെ മ്യൂസിക്കിൽ കൊണ്ടുവരാൻ വിഷ്ണു ശ്യാമിന് സാധിക്കുന്നുണ്ട്. പക്ഷേ ആ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്ന ഫീലിലേക്ക് സീരീസിന് എത്താൻ പലപ്പോഴും സാധിക്കുന്നില്ല. മൂത്തോൻ എന്ന സിനിമയിലൂടെ സാമാന്യം മെമ്മറബിൾ ആയിട്ടുള്ള ഒരു തുടക്കം കുറിച്ച സഞ്ജന ദീപുവാണ് ഇതിലെ ടൈറ്റിൽ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഡയലോഗുകൾ ഇല്ലാതെ ആ ക്യാരക്ടറിന്റെ ഇമോഷണൽ സ്ട്രഗിൾ കാണിക്കേണ്ട ഭാഗങ്ങളിൽ സഞ്ജനയുടെ പെർഫോമൻസ് മികച്ചതാണ്. പക്ഷേ ഡയലോഗുകൾ കയറി വരുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഇതൊരു പെർഫോമൻസ് ആണ് എന്ന് എളുപ്പം മനസ്സിലാകും. ദൃശ്യം എന്ന സിനിമയിൽ റാണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ മീന ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒക്കെ ഇട്ടത് തനിക്ക് താല്പര്യമുള്ള കാര്യമല്ലായിരുന്നു എന്നും മീനയെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുമൊക്കെ ജീത്തു ജോസഫ് അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ഈ സെയിം പ്രശ്നം റോസ്ലിനിലും കാണാൻ പറ്റും. ഇതിലെ മറ്റ് കഥാപാത്രങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാം മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം സീൻ അനുസരിച്ചിട്ട് മാറുന്നുണ്ട്. എന്നാൽ മീനയുടെ കഥാപാത്രം സീരിയലുകളിലുള്ള അമ്മായി അമ്മമാരെ പോലെ എല്ലാ സമയത്തും ഒരേ കോലത്തിലാണ്. പലപ്പോഴും പെർഫോമൻസും ആ ഒരു മീറ്ററിലേക്ക് പോകുന്നുണ്ട്. റോസ്ലിന്റെ അച്ഛൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് വിനീതാണ്. മൊത്തം സീരീസിൽ വോയിസ് മോഡുലേഷനിലൂടെ നാടകീയത കൂടിയ ഡയലോഗുകളെ കുറച്ച് പക്വമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ളത് പുള്ളി മാത്രമാണ്. ഹക്കീം ഷാജഹാന് ആ ക്യാരക്ടറിന് വേണ്ട ഒരു മിസ്റ്ററി എലമെന്റ് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ചില സ്ഥലത്തൊക്കെ ആ ക്യാരക്ടറിനെ കൊണ്ട് അധികം എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുമ്പോൾ സാമാന്യം കോണ്ടന്റ് കാണുന്ന പ്രേക്ഷകന് അതിലൊരു ഏനക്കേട് തോന്നും. ഇതുവരെ ആരും ചിന്തിക്കാത്തത് പറയാത്തത് എന്നൊന്നും പറയത്തക്ക എലമെന്റ് ഒന്നും ഈ സീരീസിന്റെ കഥയിൽ വരുന്നില്ല. ട്രീറ്റ്മെന്റ് എൻഗേജിങ് ആക്കുക എന്നതാണ് സീരീസ് നന്നാക്കാനുള്ള അവരുടെ മുന്നിലുള്ള മെയിൻ ഓപ്ഷൻ. പക്ഷേ സീനുകളെ ഫ്രഷ് ആയിട്ട് തോന്നുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ സുമേഷ് നന്ദകുമാറിന് സാധിക്കുന്നില്ല. റോസ്ലിൻ കാണുന്ന സ്വപ്നങ്ങൾക്ക് ഇനി എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലേക്ക് ഇടയ്ക്ക് വെച്ച് സീരീസ് ചെറുതായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ വഴിക്കൊന്നും പോകാതെ കൂടുതൽ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി അത്ര വലിയ സർപ്രൈസ് ഒന്നും തോന്നിക്കാത്ത മേഖലകളിലേക്കാണ് കഥ പോകുന്നത്. റോസ്ലിൻ ഓവർ തിങ്ക് ചെയ്ത് കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളിലും അമിതമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് അതിനൊന്നും വലിയ അർത്ഥമില്ല എന്ന രീതിയിൽ ഈ സീരീസ് അതിൽ നിന്ന് ഡിസ്കണക്ട് ആകുന്നുണ്ട്. അത്തരത്തിലുള്ള ക്രിയേറ്റീവ് ജമ്പുകൾ കാരണം ആകെ മൊത്തത്തിൽ ഒരു തൃപ്തി തരാൻ ഈ സീരീസിന് സാധിക്കുന്നില്ല. ഇത്രയുമായിരുന്നു ഈ സീരീസിനെ കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്